ഡിയർ സ്റ്റുഡൻസ്, പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. പൈത്തൺ ഒരു അഡ്വാൻസ്ഡ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. C++, ജാവ മുതലായ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പെട്ടതാണ് പൈത്തൺ. എന്നാൽ ഇതിൻ്റെ സിൻടാക്സ് വളരെ ഈസിയായി എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ബേസിക്കിൽ തുടങ്ങി അഡ്വാൻസ്ഡ് ലെവൽ വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ +2 സ്റ്റുഡൻസിന് പോലും മനസ്സിലാകുന്ന തരത്തിലുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗം ബിടെക്കുകാർക്ക് പഠിക്കാനുള്ളതാണ്. NumPy, Pandas, Matplotlib, SciPy മുതലായ ലൈബ്രറികൾ ഉപയോഗിച്ച് ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ് മുതലായ പ്രോഗ്രാമിംഗ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പ്ലേസ്മെൻറ്റിന് വേണ്ടി കോഡിംഗ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും സിമ്പിളായും അഡ്വാൻസ് ലെവലും പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ആണ് പൈത്തൺ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൈത്തൺ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോ തുടങ്ങാം. ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പൈത്തൺ ലാംഗ്വേജിനെ പറ്റി ഒരു ജനറൽ ഇൻട്രഡക്ഷൻ തരാം. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് ഗൈഡോ വാൻ റോസം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമറാണ്. ഇത് പബ്ലിക്കിന് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് 1991 എങ്കിലും ഇത് പോപ്പുലർ ആകുന്നത് 2005-2010 കാലഘട്ടത്തിലാണ്. കാരണം ഗൂഗിൾ, നാസ, നെറ്റ്ഫ്ലിക്സ് മുതലായ കമ്പനികൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് 2005-2010 കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലാണ് ഇതിന് വലിയ പോപ്പുലാരിറ്റി കിട്ടുന്നത്. ഇതൊരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇതിന് കമ്പൈലേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് കോഡ് എഴുതി റൺ ചെയ്താൽ മതി. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ആണ്. പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റ് എഴുതി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. C++, ജാവ മുതലായ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ പൈത്തണും ഒരു ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ 2023 കാലഘട്ടത്തിൽ ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജാണ് പൈത്തൺ പ്രോഗ്രാമിംഗ്. കാരണം ഇതിന് വളരെ ഈസിയായി ആർക്കും ഇത് പഠിക്കാവുന്നതാണ്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ അത്ര ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ സിൻടാക്സ് വളരെ ഈസിയാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും വളരെ ഈസിയായി പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പൈത്തോൺ ഉപയോഗിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പൈത്തോൺ ഉപയോഗിക്കുന്നു. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പൈത്തോൺ ഉപയോഗിക്കുന്നു. മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് മുതലായവ ഉപയോഗിക്കാനായി നമുക്ക് പൈത്തോണാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പൈത്തോൺ ഉപയോഗിക്കുന്നു. പൈത്തോൺ ഉപയോഗിക്കാൻ പറ്റാത്ത മേഖലകളൊന്നുമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് പൈത്തോൺ ഇത്ര പോപ്പുലർ ആയിരിക്കുന്നത്. പൈത്തോൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പൈത്തോൺ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ നമുക്ക് കോഡ് എഡിറ്ററായി പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, അത് നമ്മൾ പൈച്ചാമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൽ പോയി പൈത്തോൺ ഡൗൺലോഡെന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് പൈത്തോൺ വരും. python.org എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് പൈത്തോൺ ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഫോർ വിൻഡോസ് കാണും. അതിൽ ഡൗൺലോഡ് പൈത്തൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ പൈത്തോൺ 3.12 വരും. നിങ്ങളത് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് സെറ്റപ്പ് ആവും. സെറ്റപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് കിട്ടും. സെറ്റപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കോഡ് എഡിറ്ററായി നമുക്ക് പൈച്ചാം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയി പൈച്ചാം ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് jetbrains.com എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് പൈച്ചാം കിട്ടും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൈച്ചാം പ്രൊഫഷണൽ എഡീഷനുമുണ്ട്, കമ്മ്യൂണിറ്റി എഡീഷനുമുണ്ട്. നമുക്ക് പൈച്ചാം കമ്മ്യൂണിറ്റി എഡീഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. പ്രൊഫഷണൽ എഡീഷൻ്റെ ആവശ്യമില്ല, അതിന് ഫീസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പൈച്ചാം കമ്മ്യൂണിറ്റി എഡീഷൻ ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പൈച്ചാം
ഫയലിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെൽക്കം പൈച്ചാൻ കമ്മ്യൂണിറ്റി എഡിഷൻ സെറ്റപ്പ് എന്ന് പറയും. അതിൽ നെക്സ്റ്റ് അടിക്കുക. പിന്നെ വരുന്നതിലും നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ കംപ്ലീറ്റിംഗ് പൈച്ചാൻ കമ്മ്യൂണിറ്റി എഡിഷൻ സെറ്റപ്പ് എന്ന് പറയും. അതിൽ നിങ്ങൾ ഈ റണ്ണുണ്ട്, ഈ റണ്ണിൽ ക്ലിക്ക് ചെയ്യുക. റണ്ണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിയുമ്പോൾ പൈച്ചാൻ കമ്മ്യൂണിറ്റി 2020 എന്ന് വരും. അതാണ് നമ്മുടെ പൈച്ചാൻ. അപ്പോൾ നമുക്ക് പൈച്ചാൻ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരിക. അതിൽ ലൈറ്റും ഉണ്ട്, ഡാർക്ക് കളർ ഉണ്ട്. ഡാർക്ക് കളർ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് യൂസിങ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ പൈച്ചാൻ എന്ന് പറയുന്ന നമ്മുടെ വിൻഡോ വരും. അതിൽ ന്യൂ പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വിൻഡോ വരും. അത് കഴിയുമ്പോൾ നമ്മൾ പൈച്ചാമിന് നമ്മുടെ പ്രോജക്റ്റ് കൊടുക്കുക. പ്രോജക്റ്റ് പൈത്തോൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പൈച്ചാൻ ഓപ്പണായി വരും. ഇങ്ങനെയാണ് ക്രിയേറ്റിംഗ് വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നൊരു സ്ക്രീൻ വരും. അത് പ്രൊസീഡ് ചെയ്യുക. പൈത്തോൺ തന്നെ എഴുതിയിരിക്കുന്ന സാമ്പിൾ കോഡാണ്. ദിസ് ഈസ് എ സാമ്പിൾ പൈത്തൺ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ വരും. ഇതാണ് നമ്മൾ കോഡ് എഡിറ്ററായിട്ട് ഉപയോഗിക്കുന്ന വിൻഡോ. IDE ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഇതാണ്. ഇതിൽ മെയിൻ പൈ എന്ന് പറയുന്ന ഫയലിലാണ് നമ്മൾ കോഡ് റൈറ്റ് ചെയ്യുന്നത്. main.py എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് py. അപ്പോൾ ഇത് നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ py പോവും. ആ ഫയൽ പോയി ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ വന്നു. ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് പാനൽ. ഈ പ്രോജക്റ്റ് പാനൽ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് പാനൽ ഹൈഡായി. പിന്നെ രണ്ടാമത് കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് പോയി കഴിഞ്ഞാൽ ഹൈഡായി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ main.py വന്നു. ഈ main.pyയിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ഇവിടെയാണ് കോഡ് എഴുതുന്നത്. നമുക്ക് ആദ്യത്തെ കോഡ് എഴുതുക. ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ ഫസ്റ്റ് ലൈനിൽ വന്നു. ഫസ്റ്റ് ലൈനിൽ വന്നിട്ട് നമ്മൾ കോഡ് എഴുതുവാണ്. എല്ലാ പ്രോഗ്രാമിങ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ പ്രോഗ്രാം ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ പി എന്ന് കൊടുക്കുമ്പോൾ തന്നെ അവിടെ പ്രിൻറ്റ് വരും. പ്രിൻറ്റ് എന്നിട്ടൊരു റൗണ്ട് ബ്രാക്കറ്റ് ഇടുക, ഒരു ഡബിൾ കോട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് എഴുതുക. ഹലോ വേൾഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളെന്ത് ഇവിടെ ഈ മെയിനിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റൺ മെയിൻ പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ ആയിരിക്കും. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഹലോ വേൾഡ് എന്ന് ഇവിടെ വന്നു. ഇവിടെ ഹലോ വേൾഡ് എന്ന് വന്നു. ഇനി നമ്മൾ വേറെ അടുത്ത ലൈനിൽ പോയി നമുക്ക് വേറെ എന്തെങ്കിലും പ്രിൻ്റ്, ഇനി സിംഗിൾ കോട്ടിൽ കൊടുത്താലും വരും. സിംഗിൾ കോട്ടിൽ എഴുതാലും സിംഗിൾ കോട്ട് ഹലോ എന്നെഴുതുക. ഹലോ എന്നെഴുതി കഴിഞ്ഞ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹലോ വന്നു. ഉണ്ടോ? ഇത് നമ്മൾ പ്രിൻ്റ് എൻ്റർ ചെയ്തു. പ്രിൻ്റ് ഒരു നമ്പർ ഇടുവാണെങ്കിൽ അതിന് നമ്മൾ നമ്പർ ഇതൊന്നും കൊടുക്കണ്ട, ബ്രാക്കറ്റ് ഇത് ഡബിൾ കോട്ടൊന്നും കൊടുക്കുന്ന റൺ ചെയ്തു. കണ്ടോ, ഹലോ ഈ 5 എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് പ്രിൻ്റ് വിമൽ ജ്യോതി എന്ന് പ്രിൻ്റ് ചെയ്യാം ഡബിൾ കോട്ടിൽ. വിമൽ ജ്യോതി എന്നിട്ട് നമ്മൾ റൺ ചെയ്യുന്നു. ഇവിടെ വിമൽ ജ്യോതി എന്ന് വന്നു. അതുപോലെ നമ്മൾ ഇവിടെ എന്ത് പ്രിൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്ടിലോ സിംഗിൾ കോട്ടിലോ കൊടുക്കണം. നമ്പർ ആണെങ്കിൽ വെറുതെ കൊടുത്താൽ മതി. ഇനി നമ്മൾ പ്രിൻ്റ് എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് 4+5 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, 9 എന്ന് പ്രിൻ്റ് ചെയ്തു. ആദ്യത്തെ വിമൽ ജ്യോതി, രണ്ടാമത്തെ 9 എന്ന് പ്രിൻ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. ഓക്കെ.